it's me Rinus. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ മസിൽ കാർ എന്ന് വിശേഷിപ്പിക്കുന്ന കോണ്ടസയുമായിട്ടാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ 1998 മോഡൽ കോണ്ടസ ക്ലാസിക് എന്ന വേരിയൻ്റാണ്. തൃശ്ശൂർ തിരൂര് അശ്വതി ട്രാവൽസിലെ വണ്ടിയാണിത്. ഫോട്ടോഷൂട്ടിനും കല്യാണ വർക്കിനൊക്കെ പോകുന്ന വണ്ടിയാണ്. കാണാൻ നൈസ് ലുക്കാണ് കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ, എനിക്ക് പണ്ട് തൊട്ടേ കാറുകൾ വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊക്കെ ഇങ്ങനെ കാറ് വരയ്ക്കുക ജീപ്പ് വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കാറിൻ്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ എനിക്ക് ഈ കോണ്ടസയാണ് കേട്ടോ ഞാൻ വരയ്ക്കാറ്. ഫ്രണ്ടിൽ തന്നെ HM എന്നാണ് കേട്ടോ അതിൻ്റെ സിമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ സിമ്പിളാണ്. നിങ്ങളിൽ എത്ര പേര് ചെറുപ്പത്തിൽ ഈ കോണ്ടസ വരച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ നോക്കി നോക്കട്ടോ, വരയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ് ഈ കോണ്ടസ. നിങ്ങൾ നോക്കി നോക്കിയേ, എന്ത് രസമായിട്ടല്ലേ ഈ ഡിസൈൻ. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ 1984 തൊട്ട് 2000 വരെയാണ് ഈ വണ്ടി പ്രൊഡക്ഷൻ ചെയ്തിരുന്നത്. കോണ്ടസയുടെ ചരിത്രം നമുക്കൊന്ന് നോക്കാം. 1984 മാരുതിയുടെ 800 ലോഞ്ച് ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിനെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു വണ്ടി ഇറക്കിയേ പറ്റുള്ളൂ. അംബാസിഡർ മാത്രമേ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് കയ്യിലുള്ളൂ. ഇന്ത്യയിൽ നിർമ്മിച്ച ആഡംബര കാർ എന്ന പേര് കോണ്ടസയ്ക്ക് ഉണ്ടെങ്കിലും കോണ്ടസ ഒരു വിദേശ വാഹനം തന്നെയാണ്. അതെന്താ അപ്പം അങ്ങനെ പറയാൻ കാരണം? വോക്സോൾ എന്ന് പറഞ്ഞ വിദേശ കമ്പനി 1978 പ്രൊഡക്ഷൻ എല്ലാം നിർത്തിവെക്കുകയായിരുന്നു. അവരുടെ ഡൈയും എഞ്ചിനും ടൂളൊക്കെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് വില കൊടുത്ത് ഏറ്റെടുക്കുകയായിരുന്നു. വോക്സോൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ വോക്സോൾ VX എന്ന് പറഞ്ഞ സീരീസിലുള്ള വാഹനത്തിൻ്റെ ഏകദേശം പോലെയാണ് കോണ്ടസ. കോണ്ടസ ഇന്ത്യൻ നിരത്തുകളിൽ ഇറങ്ങിയപ്പോൾ കോണ്ടസ ആദ്യം വിജയിച്ചില്ല. ജപ്പാൻ കമ്പനിയായിട്ടുള്ള ഇസുസു കമ്പനിയുമായിട്ട് ടൈപ്പിലായിട്ട് പുതിയ എഞ്ചിനുമായിട്ട് കോണ്ടസ വീണ്ടും ഇറക്കിയപ്പോഴാണ് വമ്പൻ വിജയമായിട്ട് കോണ്ടസ നിരത്തുകളിൽ മഹാരാജാവിനെ പോലെ വാണിരുന്നത്. റോഡുകളിലൂടെ കോണ്ടസ പോകുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കും. പ്രായഭേദമന്യേ ചെറുപ്പക്കാരാണെങ്കിലും ഫാൻസ്, ഒരുപാട് ഫാൻ ബേസുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. കോണ്ടസയിൽ യാത്ര ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. ആ ഒരു സസ്പെൻഷനും പൊളി. ചരിത്രമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ. നമ്മുടെ കോണ്ടസ ഇറങ്ങിയപ്പോൾ തന്നെ ഇതിൽ പവർ സ്റ്റിയറിങ്ങും AC ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? അത്രയ്ക്കും ലക്ഷറി കാറായിരുന്നു ഇത്. ഇതെന്താ വോയിസ് ഓവറാണല്ലോ കംപ്ലീറ്റ്. ലിപ്പൊന്നും സിങ്ക് ആവണില്ലല്ലോ നിങ്ങൾ വിചാരിക്കേണ്ട. മൈക്ക് ചതിച്ചു ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മൾ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള വിൻറ്റേജ് കാറ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ പത്മിനിയാണ്. അത് ആരെങ്കിലും പോയി കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. പ്രീമിയർ പത്മിനിനെ അപേക്ഷിച്ചിട്ട് ഇത് വലിയൊരു കാറാണ് കേട്ടോ. നമ്മുടെ കോണ്ടസയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ലെഗ് സ്പേസ്, ഭയങ്കര ഒരു ലക്ഷറി ഫീല് തന്നെ ഉണ്ട്. സത്യമായിട്ടും ഉണ്ട് കേട്ടോ. സാധാരണ ഗിയർ ലിവർ വരുന്ന സ്ഥലത്ത് ഹാൻഡ് ബ്രേക്ക് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് കയറിയിട്ടാണ് കേട്ടോ ആ ഗിയർ ഉള്ളത്. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഇതൊക്കെ. AC വണ്ടിയാണെന്ന് പറഞ്ഞു. ACക്ക് നല്ല കണ്ടീഷനാണ്. പാട്ടൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റുന്ന അടിപൊളി വണ്ടിയാണ്. നല്ല നീളമുള്ളത് കൊണ്ടാണ് തോന്നുന്നത്. ലെഗ് സ്പേസൊക്കെ ഒരുപാടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൺറൂഫ് ഉള്ളതാണ് കേട്ടോ. സൺറൂഫ് ഇതിൽ പിന്നീട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും ഇതിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇത് തുറക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്, നൈസാണ്. വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് 15 സെക്കൻഡോളം ചൂടാവണം എന്നാണ് പറയുന്നത്. ചാവി തിരിച്ചിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് വരുന്നുണ്ട്. ആ സൗണ്ട് നിന്നതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഓടിക്കാൻ പറ്റില്ല. എനിക്ക് തന്നില്ല ഗൈസ്. അശ്വതി ട്രാവൽസിലെ അഖിലിൻ്റെ അച്ഛനും പിന്നെ ജിഷ്ണു മാത്രമാണ് ഈ ഒരു കാറ് എടുക്കാറുള്ളതെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് കോണ്ടസയുടെ റിയർ സീറ്റിലൊന്ന് ഇരുന്ന് നോക്കിയോ. ഡോർ തുറക്കുമ്പോഴും ഡോർ അടയ്ക്കുമ്പോഴൊക്കെ നമുക്കൊരു എല്ലുറപ്പുള്ള വണ്ടിയുടെ ഒരു ഫീല് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വുഡനായിട്ടുള്ള ഒരു തീമാണ് ഇതിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൺറൂഫ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ നേരെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ചാരി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ സെറ്റാണ്. രാജകീയ പ്രൗഢിയിൽ തന്നെ നമുക്ക് ഇരുന്നിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളിയാണ് കേട്ടോ. സൂപ്പറാണ്. ഇതാണ് നമ്മുടെ കോണ്ടസയുടെ എൻജിൻ റൂം.
അപ്പോൾ ഇത് തുറക്കണമെങ്കിൽ ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് എന്നെക്കൊണ്ട് തന്നെ പറ്റിയില്ല, ജിഷ്ണുവാണ് തുറന്നത്. പിന്നെ എഞ്ചിൻ റൂമിൽ കുറച്ച് പൊടി അവിടെ ഇവിടെ ഉള്ളത് കൊണ്ട് അത് കാണിക്കണ്ടെന്ന് പറഞ്ഞു ഗൈസ്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ബൂട്ട് സ്പേസ് ആണ്. 600 ലിറ്റർ ബൂട്ട് സ്പേസ് തന്നെ ഉണ്ട്. ഒരു 2-3 ആൾക്ക് വേണമെങ്കിൽ ഒളിച്ചിരിക്കാൻ വേണമെങ്കിൽ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഡീസൽ ടാങ്ക് തുറക്കാനായിട്ട് നമ്മൾ ബൂട്ട് സ്പേസ് ഡിക്കി തുറന്നതിന് ശേഷം നമ്മൾ അവിടെ ഒരു ലിവർ ഉണ്ട്, അത് വലിച്ചിട്ട് വേണം അത് ഇതാണ് ശരിക്കും കോണ്ടസയുടെ സ്റ്റോക്ക്. കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വില പറയാത്തതെന്ന്, പ്രൈസ് എന്താ പറയാത്തതെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്കൊക്കെ മോഹ വിലയാണ് ഗൈസ്. പറയുന്ന വില കൊടുത്ത് വാങ്ങിക്കണം. ഇത് വിൽക്കാനുള്ളതല്ല കേട്ടോ. നമ്മുടെ ഈ നൈസ് ലുക്കുള്ള കോണ്ടസ് നിങ്ങൾക്ക് വെഡ്ഡിങ് ഷൂട്ടിനോ ഫോട്ടോ ഷൂട്ടിനോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളി ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഈ വണ്ടീനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഈ കുഞ്ഞു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ, സ്റ്റേ ട്യൂൺ.